ഹായ് ഹാൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് അത്തൂസ് ഭയങ്കര ഉറക്കാട്ടോ. അതിൻ്റെ ഉള്ളിൽ ബാക്കി പണികളൊക്കെ നോക്കണം. കണ്ടില്ലേ തുണികളെല്ലാം, ഇതെല്ലാം അലക്കി കൊടുന്ന തുണികളാണ്. പക്ഷെ ഒന്നും ഉണങ്ങിയിട്ടില്ല. ഭയങ്കര മഴ കാരണം ഒന്നും തന്നെ ഉണങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ മഴയെന്ന് പോയി കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോയി ഇടും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അതെല്ലാം മഴ കൊണ്ട് തന്നെ കിടക്കും. അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റാണ്. അതുകൊണ്ട് ഇത് ഞാൻ ഉള്ളിലിട്ടേക്കാണ്. ഒരുമാതിരി അലങ്കോലമായിട്ട് കാണുന്നുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാനാണ്, മഴക്കാലല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, കുറച്ച് നേരം നടന്നു. ഇപ്പോൾ നടന്നപ്പോൾ ചെറിയൊരു ക്ഷീണമുണ്ട്. പക്ഷെ നടക്കുമ്പോൾ ഉള്ളൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇടുപ്പ് വേദന അതേപോലെ കാലുവേദനയ്ക്കൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര മാറ്റമുണ്ട് എനിക്കത്. 2-3 ദിവസമൊക്കെ നല്ല പണിയാണ് കേട്ടോ. കാലുവേദനയൊക്കെ ഉണ്ടാവും എക്സസൈസ് ചെയ്താൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നല്ലൊരു എന്താ പറയുക, ഒരു ഉന്മേഷം കിട്ടും. ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ് കേട്ടോ. നിങ്ങൾ തുടക്കം മുതലേ ചെയ്തു വന്നോളൂ. ഞാൻ തുടക്കം മുതലേ ചെയ്തില്ല. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഈ അവസാന മാസമായപ്പോഴാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ തുടക്കം മുതലേ എക്സസൈസും യോഗയും ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്തോ. നല്ല ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഇന്ന് രാവിലെ കുറച്ച് വെയിലടിക്കുന്നുണ്ട്, അതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ തേങ്ങയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് കൊഴുക്കട്ട. ചില ദിവസം എനിക്കത് കഴിക്കാൻ തോന്നും. പക്ഷേ ചില ദിവസം മധുരത്തോടെ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ്. രാവിലെ ഒരു 6:30 ആയപ്പോഴത്തേക്കും ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു ബാക്കിൽ, ഇടുപ്പ് വേദന പോലെ. ഇനി എങ്ങനെയാണെന്ന് അത് നോക്കണം. അധികമായി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും ഗായ്സ്. എന്തായാലും ടൈമായല്ലോ. എന്തായാലും ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണോ വേദന അപ്പോൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതും കൊണ്ട് ഞാനത് മുടക്കുന്നില്ല കേട്ടോ. ഒത്തൂസ എഴുന്നേറ്റിട്ടില്ല. അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ അവൾക്കുള്ളതും കൂടി ഒന്ന് ഉണ്ടാക്കണം. അപ്പം നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ. അതെ, കൊഴുക്കട്ടകളൊക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് നേരത് അടുപ്പിക്കാം. അപ്പോൾ അതേ കുറച്ച് ടൈം കിട്ടിയപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷോർട്സ് ആയിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോങ് വീഡിയോ എടുക്കുന്നത് വേറെ ഫോണിലാണ്, ഷോർട്സ് എടുക്കുന്നത് ഏതാണ്ട് ആ ഫോണിൽ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് കയറി നോക്കിയതാട്ടോ രാവിലെ. അപ്പോൾ അതേ എന്നെപ്പോലൊക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്ക് അറിയാൻ പറ്റും, രാവിലെ തന്നെ ഈ YT സ്റ്റുഡിയോ എടുത്ത് നോക്കുന്ന ഒരു ശീലമാണ് കേട്ടോ. അങ്ങനെ ആ സമയം കൊണ്ട് നമ്മുടെ കൊഴുക്കട്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഞാൻ 2 എടുത്ത് കഴിക്കാൻ തുടങ്ങി. വേറൊന്നല്ല കേട്ടോ, രാവിലെ നടത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പ് നന്നായിട്ട് വന്നു. അതുകൊണ്ടാട്ടോ കഴിക്കുന്നത്. ഇതിപ്പോൾ കഴിക്കുകയാണെങ്കിൽ എനിക്ക് നൊസ്റ്റ് ഫീൽ അടിക്കും കേട്ടോ. കാരണം ഞാൻ സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ അമ്മമ്മ ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. അതന്ന് കഴിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. മഴയത്തൊക്കെ നല്ല നനഞ്ഞ് വരുമ്പോഴത്തേക്കും അമ്മമ്മ ഇങ്ങനെ ചൂട് കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. ഗുഡ് മോർണിംഗ് കുഞ്ഞാണേ. രാവിലെ തന്നെ വഴക്കള് ഭയങ്കര വഴക്കം. എന്തിയേ അമ്മ എണ്ണ വെച്ചതിപ്പോൾ എവിടെ? എന്തായിരുന്നു? ഇങ്ങനെ ഓക്കെ. അലമ്പ് മുടി പെട്ടായി വെക്കണ്ടേ, എണ്ണയൊക്കെ തേച്ച്.
കരയുന്നത് രാവിലെ എരിയും കുഞ്ഞിന്റെ കയ്യേ. കുഞ്ഞു പല്ലിയേക്കാണേ. ഈ കാണിച്ച ഈ ഇത്തേക്ക് ഇറക്കുക പേസ്റ്റ്. ഇത് നാവിലല്ല തേക്കേണ്ടതേ, പല്ലിൽ ഈ കാണിക്ക്, ഈ പിടിക്ക്, ഈ കൂട്ടിപ്പിടിപ്പല്ല. ഇപ്പോഴും പല്ല് തേക്കാൻ പഠിച്ചിട്ടില്ല. തേക്ക് പല്ലോട്ട് ഈ കണ്ടില്ലേ? ഇവിടെ വരാനേ പറഞ്ഞത് കുഞ്ഞിനോട് കഴിക്കാൻ. ഫോൺ കാണിച്ചാൽ മാത്രം വരുന്നൊരു കൊച്ച്. ഉണ്ടോ കഴിക്കാൻ? ഇവിടെ എടുത്ത് വെച്ചേക്കുക. ഒറ്റയ്ക്ക് തിന്നാരായി, എന്നാലും വാരി കൊടുത്തേ പറ്റുള്ളൂ അവൾക്ക്. എടി കള്ളി. വേദാത്തൂസിനുള്ള പുട്ടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല ചൂടുണ്ട്. മറ്റേത് അവൾ ആകെ കുറച്ചേ കൊഴുക്കട്ട കഴിച്ചുള്ളൂ. അല്ല അത്യാവശ്യത്തിനൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇതാകുമ്പോഴത്തേക്കും കൊച്ചങ്ങോട്ട് കഴിച്ചോളൂ. അപ്പോൾ ഗൈസ് വൈകുന്നേരം വരെയുള്ള വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല കേട്ടോ ഗൈസ്. നടന്നില്ല എന്നല്ല, പെയിൻ ഉണ്ട് ചെറുതായിട്ട്. അപ്പം അറിയില്ല, നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ചെറിയതായിട്ടൊരു പെയിൻ വരുന്നുണ്ട്. പെയിനിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും ഒന്ന് പോയി കിടന്നുറങ്ങണം. ഇന്ന് ഉച്ചത്തേക്ക് പിന്നെ ചോറും കറികളൊക്കെ ആയി, അതുകൊണ്ട് ആ ഒരു പണിയൊന്നുമില്ല. പിന്നെ എന്നാ കൊച്ചുറങ്ങുമ്പോൾ എനിക്കും കയറി കിടന്നുറങ്ങണം. ഉറങ്ങി എഴുന്നേറ്റിട്ടും പെയിൻ അതുപോലെ നിൽക്കുവാണെങ്കിൽ വൈകിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് പെയിൻ വരുന്നില്ല കേട്ടോ, ഇടയ്ക്കേ ഉള്ളൂ. അത് നമുക്ക് നോക്കാം. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലിലേക്കുള്ള ഓളുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.